യാത്രയിലെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബോട്ട് മുങ്ങലാണ്. അതിന് നിങ്ങളോട് ഉത്തരം കൊടുത്തു വെച്ചിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ്. ആ ഒരു ലൈഫ് ജാക്കറ്റ് ഇടലുണ്ടല്ലോ, ശ്രദ്ധിക്കുക, വാർണിംഗ് എന്ന് പറയുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. പ്രണയബന്ധങ്ങളിൽ പോലും ഞാൻ എത്ര കേസുകൾ അറ്റൻഡ് ചെയ്യുന്നു അറിയോ? കുടുങ്ങല്ല, നല്ല രീതിയിലാണ് ശുഭാരംഭമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിൽ ഒരാൾ ടോക്സിക് ആണെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ആ ടോക്സിക് ആയാലും കുഴപ്പമില്ല, എനിക്ക് അയാളെ വേണമെന്നോ ഊരാനറിയില്ല, പിന്നീട് പെട്ടു. ഈ ചൂണ്ട കൊക്കി പോലെയാണത്, അത് കുടുങ്ങിയതിനെ അഴിയില്ല. പ്രണയിക്കുന്നവരോട് പോലും ഞാൻ പറയാറുണ്ട്, നിങ്ങളത് ഒരു ദിവസം അത് ഫ്ലോപ്പായാൽ അന്ന് ഇറങ്ങിപ്പോവലെ എങ്ങനെയാണെന്ന്. എല്ലാം സഹിച്ച് ഇനി ഞാനിത് വിട്ടുപോയി കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഞാനിവന് വിട്ടുപോരും, ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ എല്ലാം സഹിച്ച് അടികൊണ്ട് ഇടികൊണ്ട് അവന് വേണ്ടി പണിയെടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെടുന്ന എന്തിനാ, അതങ്ങ് വിട്ട് അടുത്ത ഓപ്ഷൻ നോക്കിക്കൂടെ. ഈ പറഞ്ഞത് മുഴുവൻ സ്ത്രീകളായിരിക്കില്ലേ? ജീവിതകാലം മുഴുവൻ അവരെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടോക്സിക്കായ സ്ത്രീകളുടെ കയ്യിൽ പെട്ടുപോയ ആണുങ്ങളെയും എനിക്കറിയാം. ചാനൽ തുറന്ന് പറയുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ഇത് തുറന്ന് ഒരാളുടെ ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യനും ഡിപ്രഷൻ വരാം, എനിക്കും ഡിപ്രഷൻ വരാം, നിനക്കും ഡിപ്രഷൻ വരാം. ബയോളജിക്കൽ റീസൺ ആണ്, നമുക്ക് തടയാൻ പറ്റാത്തൊരു ഡിപ്രഷൻ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഇതെൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു സെക്ഷനാണ്. കാരണം ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരികെ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ളത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സർട്ടിഫൈഡ് മൈൻഡ് ട്യൂണിങ് ആർട്ട് പ്രാക്ടീഷണർ, ലൈഫ് കോച്ച്, നമ്മുടെ സ്വന്തം ആഗ്നേയ ഓർഗനൈസേഷനിലെ നമ്മുടെ സ്വന്തം അനിൽകുമാർ PC സാറാണ്. സാർ നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എനിക്ക് എന്തായാലും ഞാൻ താങ്കളുടെ സെക്ഷൻസൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. നമുക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ഇദ്ദേഹത്തെ നിങ്ങളൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, ഇദ്ദേഹത്തെ ഒന്ന് സമൂഹത്തിലേക്ക് നിങ്ങളുടെ ചാനൽ വഴിയും കൂടി ഒന്ന് കൊണ്ടുവരണം എന്നിട്ട് ഇങ്ങനെ പല മെസ്സേജുകളും വരാറുണ്ട്. അപ്പോൾ തൊട്ട് ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എല്ലാ ലൈഫ് കോച്ചുകളും ഈ സൈഡിൽ കൂടി പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്, വഴി തെറ്റിയാണ് പോകുന്നത്. എന്താണ് നിങ്ങൾ വഴി തെറ്റി പോകുന്നത്? പക്ഷേ റിസൾട്ട് പോസിറ്റീവാണ്. എന്താണ് ഇങ്ങനെ ചിന്തിച്ചത്? എൻ്റെ ഒരു നേച്ചറാണ് തോന്നുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചിന്തിച്ചു പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ അല്ലാത്ത ചിന്തിക്കുന്ന വേറൊരു രീതി ഉണ്ടോ എന്ന് എപ്പോഴും അന്വേഷിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. മീൻസ് എല്ലാവരും ഈ വഴിയിലൂടെ പോകുമ്പോൾ വേറെയും ഒരു വഴി ഉണ്ടാവുമോ, ഈ മറുവശം കാണാനുള്ള കഴിവ്. എല്ലാത്തിനും ഒരു മറുവശം ഉണ്ടെന്ന് പറയില്ലേ? എല്ലാത്തിനും ഉണ്ട് മറുവശം. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ടോക്ക് ഉണ്ട്, ദ ഷാഡോ ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ടോക്ക്. അത് മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ്റെ നന്മകൾ എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങളില്ലേ, ഈ നന്മകളുടെ കറുത്ത വശം. നിങ്ങളിൽ ചില നന്മകൾ കൂടിപ്പോയാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം. അതാണ് ഈ മറുവശം ചിന്തിക്കൽ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അതിനെ നെഗറ്റീവ് ആക്കുക എന്നുള്ളതല്ല. ലോകത്തെല്ലാത്തിനും രണ്ട് വശം ഉണ്ടോ? ലോകത്തിലെ എല്ലാ കാര്യത്തിനും രണ്ട് വശം, നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ഉണ്ടല്ലോ. നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് പെർസെപ്ഷൻ ആയിരിക്കാം. പണ്ട് ജഗതി പറഞ്ഞ പോലെ അവരുടെ ആവശ്യം തൻ്റെ അനാവശ്യമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇതിൽ ഏതാ നെഗറ്റീവ് ഏതാ പോസിറ്റീവ് എന്നുള്ളത് പെർസെപ്ഷനാണ്. ഞാൻ ഇത്രേ പറയുള്ളൂ, രണ്ട് വശമുണ്ട്. അത് എല്ലാവരും ഒരു വശം ചൂസ് ചെയ്തിരിക്കുന്നു, ഞാൻ വേറൊരു വശം ചൂസ് ചെയ്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് കാണണം, ഓവർ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യരുത്. അതിനൊരു ഉദാഹരണം പറയട്ടെ. ഇതാണ് എൻ്റെ ഒരു സ്പേസ് കേട്ടോ, ഞാൻ സംസാരിക്കുന്നതിൻ്റെ സ്പേസ് ഇതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയി തോന്നുന്നത്. നമ്മളൊരു ബോട്ട് യാത്രയ്ക്ക് പോകുമ്പോൾ, ഒരു ജെറ്റ് ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ്. ആദ്യം അവർ നിങ്ങളെ ചെയ്യുന്നത് എന്തായിരിക്കും എന്നറിയോ? ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് അണിയിപ്പിച്ചു തരും. അതെന്തിനാണ് അണിയിപ്പിക്കുന്നത്? വെള്ളത്തിൽ വീണ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പം നിങ്ങളെ വെള്ളത്തിൽ തള്ളിയിടാനാണോ ഈ കൊണ്ടുപോകുന്നത്? ഈ എങ്ങാനും വീണാൽ എന്തു ചെയ്യും എന്നുള്ളതിന് നമ്മൾ ആദ്യമേ ഉത്തരം കൊടുത്തു. എന്താ ലൈഫ് ജാക്കറ്റ് ഇട്ടു, അതിനുശേഷം നമുക്ക് എൻജോയ്മെന്റ് തുടങ്ങാം. ഇത് നിങ്ങൾ ആദ്യമേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഓരോ നിമിഷവും ഭയപ്പെടണം. തീർച്ചയായും. നിങ്ങളുടെ ആ ഒരു യാത്രയിലെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബോട്ട് മുങ്ങലാണ്. അതിന് നിങ്ങളോട് ഉത്തരം കൊടുത്തു വെച്ചിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇനി മതിമറന്ന് എൻജോയ് ചെയ്യാം. ആ ഒരു ലൈഫ് ജാക്കറ്റ് ഇടലുണ്ടല്ലോ, ശ്രദ്ധിക്കുക, വാർണിംഗ് എന്ന് പറയുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് രംഗത്തിറങ്ങുക. ഞാൻ എപ്പോഴും പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഈ അഴിക്കാനറിയാത്ത ഒരു കെട്ടും കെട്ടരുത്, കയറാനറിയാത്ത ഒരു കുഴിയിലും ഇറങ്ങരുത്. പ്രണയബന്ധങ്ങളിൽ പോലും ഞാൻ എത്ര കേസുകൾ അറ്റൻഡ് ചെയ്യുന്നതെന്നറിയോ? ഒരു പ്രണയബന്ധത്തിൽ പോയി കുടുങ്ങും,
കുടുങ്ങുകയല്ല, നല്ല രീതിയിലാണ് ശുഭാരംഭമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിൽ ഒരാൾ ടോക്സിക് ആണെന്ന് മനസ്സിലാവും. ഈ ടോക്സിക് ആണെന്ന് മനസ്സിലാവുമ്പോഴേക്കും അതിൽ ബോണ്ടഡ് ആയി പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ആ ടോക്സിക് ആയാലും കുഴപ്പമില്ല, എനിക്ക് അയാളെ വേണമെന്നാവും. ഊരാനറിയില്ല, പിന്നീട് പെട്ടു. ഈ ചൂണ്ട കൊക്കി പോലെയാണത്, അത് കുടുങ്ങിയ പിന്നെ അഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രണയിക്കുന്നവരോട് പോലും ഞാൻ പറയാറുണ്ട്, നിങ്ങളത് ഒരു ദിവസം അത് ഫ്ലോപ്പായാൽ അന്ന് ഇറങ്ങിപ്പോവൽ എങ്ങനെയാണെന്ന് ആദ്യമേ തീരുമാനിച്ചിട്ട് വേണം ഒരു പ്രണയത്തിലേക്ക് ഇറങ്ങാൻ. തീർച്ചയായിട്ടും. അതാണ് കയറാൻ അറിയാത്തൊരു കുഴിയിലും ഇറങ്ങരുത് എന്ന് പറയുന്നത്. ആ ഒരു സ്പേസിൽ നിൽക്കുന്നേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഡിഫറെൻ്റ് ആയി തോന്നുന്നു എന്ന് മാത്രം. ഞാൻ ഒന്ന് ഇൻട്രാക്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ വിട്ട് ഈ ഒരു സബ്ജക്റ്റ് വന്നുകൊണ്ട് പറയാം. എനിക്കറിയാവുന്ന ഒരു 5-ൽ കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ പലരും ഇപ്പം ഈ പറഞ്ഞ സാധനത്തിൽ പെട്ട് കിടക്കുന്നുണ്ട്. എല്ലാം സഹിച്ച് ഇനി ഞാനിത് വിട്ടുപോയി കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഇവന് വിട്ടുപോരും, ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ എല്ലാം സഹിച്ച് അടികൊണ്ട് ഇടികൊണ്ട് അവന് വേണ്ടി പണിയെടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് പേരുണ്ട്. അവരതിൽ നിന്ന് വിട്ടു പോകില്ല ഒരിക്കലും. നമ്മളൊക്കെ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെടുന്ന എന്തിനാ, അതങ്ങ് വിട്ട് അടുത്ത ഓപ്ഷൻ നോക്കിക്കൂടെ, അച്ഛനും അമ്മയല്ലേ ജനിപ്പിച്ച്, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ വിട്ടുപോകില്ല. ഈ പറഞ്ഞത് മുഴുവൻ സ്ത്രീകളായിരിക്കില്ലേ? അതെ. ഞാൻ വേറൊരു അത്ഭുതം പറയട്ടെ. എനിക്ക് എത്ര സ്ത്രീകളെ അറിയാമോ അത്ര തന്നെ ആണുങ്ങളെ അറിയാം. സ്ത്രീകളിൽ പെട്ടുപോയവർ, ഊരാൻ പറ്റാതെ കിടക്കുന്നവർ, ജീവിതകാലം മുഴുവൻ അവരെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടോക്സിക്കായ സ്ത്രീകളുടെ കയ്യിൽ പെട്ടുപോയ ആണുങ്ങളെയും എനിക്കറിയാം. പൊതുവെ ഈ ഏരിയ പറയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളുടെ ഏരിയയിലേക്ക് ഒരാളുടെ അടുത്ത് ഇതൊക്കെ തുറക്കപ്പെടുമല്ലോ. അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ലേഡീസിന്റെ കയ്യിൽ പെട്ടുപോയ ആണുങ്ങളും ഉണ്ട്, രണ്ടുമുണ്ട്. ഇതിന് കൃത്യമായൊരു ഒരു ബ്രെയിൻ സയൻസ് ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ പ്രണയം പോലെയൊക്കെയുള്ളൊരു ഇമോഷൻ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഒരു ലിംബിക് സിസ്റ്റം ആക്ടിവിറ്റിയാണ്. അത് നമ്മുടെ തലച്ചോറ് 2-3 പോർഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രിഫ്രണ്ടൽ കോർട്ടക്സ്, ലിംബിക് സിസ്റ്റമാണ് അതിലെ മെയിൻ ആയിട്ടുള്ള ഏരിയ. പ്രിഫ്രണ്ടൽ കോർട്ടക്സ് കംപ്ലീറ്റ് അനലിറ്റിക്കലായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഏരിയാസ് ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ്. ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യൻ്റെ ഇമോഷൻസ് ഡീലാവുന്ന ഒരു ഏരിയയാണ്. പ്രണയം പോലെയുള്ള ഒരു ഇമോഷൻ ഒരു മനുഷ്യനിൽ അങ്ങോട്ട് പൂത്തുലയുന്ന സമയത്ത് ലിംബിക് സിസ്റ്റത്തിലാണ് അത് സംഭവിക്കുക. ലിംബിക് സിസ്റ്റം ഹൈലി ആക്ടിവേറ്റ് ആയാൽ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ക്ലോസ് ആവും. ഈ പ്രണയം എന്ന ഒരാൾക്ക് പ്രണയിക്കുവാൻ വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ അറിയോ? ബുദ്ധി കുറഞ്ഞാൽ മതി. ബുദ്ധി കുറവുള്ളവർക്ക് പ്രണയിക്കാൻ കൂടുതൽ എളുപ്പമാണ്. അതെന്തുകൊണ്ടാണ്? അത് ബുദ്ധി കൊണ്ടല്ല നമ്മൾ പ്രണയിക്കുന്നത്. ഇപ്പം ഇപ്പം ഞാനൊരു പെണ്ണാന്ന് വിചാരിച്ചു, ഞാൻ ശ്രീനാഥനെ പ്രണയിക്കുവാണെങ്കിൽ ഇയാളെ പ്രണയിച്ച് 10 കൊല്ലം കഴിഞ്ഞാൽ ഇയാളുടെ ഇഷ്ടം കുറയുമോ? ഇയാൾക്കിനി ഭാവിയിൽ എന്നെ പ്രണയിക്കുന്ന പോലെ വേറൊരു പെണ്ണിനെ പ്രണയിക്കാൻ തോന്നുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടെങ്കിൽ ഞാൻ പ്രണയിക്കാനൊന്ന് ആലോചിക്കും. ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവർക്കാണ് പ്രണയിക്കുവാൻ വളരെ എളുപ്പം. മനസ്സിലാവുന്നുണ്ടോ? ഇനി പ്രണയിച്ച് തുടങ്ങിയാൽ തന്നെ ആദ്യം സംഭവിക്കുക പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ഓഫായി തുടങ്ങും. പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ലോജിക്സ് ആണ്. ഭയങ്കര ലോജിക്കലായി നിന്നുകൊണ്ട് പ്രണയിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ പ്രണയിച്ചാൽ ആ പ്രണയം നല്ല പ്രണയമല്ല. ലോജിക്ക് ഉപയോഗിച്ച് പ്രണയിച്ച പ്രണയം നല്ല പ്രണയമല്ല. അപ്പോൾ പ്രണയിക്കണമെങ്കിൽ നാച്ചുറലി നമ്മൾ ഒരു ആനിമൽ ലെവലിലേക്ക് വരണം. അത് സാധാരണ ഒരു മനുഷ്യൻ, പച്ച മനുഷ്യൻ, അവിടെ ലോജിക്സിന് സ്ഥാനമില്ല. പക്ഷേ ഈ പ്രണയമൊക്കെ കുറച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഒരു ശീലമാകുമ്പോഴേ, മീൻസ് അപരിചിതനായിരുന്നൊരു വ്യക്തി അല്ലെങ്കിൽ അപരിചിതയായിരുന്നൊരു ലേഡി നമ്മൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആളാവുന്നു, ഒപ്പം ഇടപഴകുന്നു, അതൊരു ക്ലീഷയാവുന്നു, അല്ലെങ്കിൽ മടുക്കുന്നു, അല്ലെങ്കിൽ സ്ഥിരം അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമായൊരു കാര്യമായി മാറുമല്ലോ. അപ്പോൾ ലോജിക്ക് തന്നെ ഓണാവാൻ തുടങ്ങും. പണ്ട് ചിന്തിക്കാൻ മറന്നുപോയ സത്യങ്ങൾ ഇരുന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ച എത്ര പേരെ എൻ്റെ മുന്നിൽ ഇത് പറയാറുണ്ടെന്നറിയോ? എന്നാൽ ഏത് നിമിഷത്തിലാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അവരുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് കുറേ കഴിഞ്ഞിട്ട് ഓണാവും. പ്രണയിക്കുമ്പോൾ അത് ഓഫായിരുന്ന സാധനം വിവാഹം കഴിഞ്ഞാൽ അത് ഓണാവും. അങ്ങനെ നമ്മളിത് നേച്ചറിൻ്റെ ഒരു കളിയാണ്. നമ്മളെ അങ്ങനെ ട്രാപ്പ് ചെയ്യും. ആൺ പെൺ ബന്ധങ്ങളിൽ അത്തരത്തിലൊരു നേച്ചറിൻ്റെ ഒരു ഗെയിമുണ്ട് അവിടെ. സോ അവിടെ നിന്ന് ഇൻ്റലക്റ്റ് വർക്ക് ചെയ്യില്ല. അവിടെ ഒരു ഗൈഡ് ഉണ്ടെങ്കിലോ, പ്രണയിക്കരുത് അത് തെറ്റാണെന്ന് പറയുന്ന ഗൈഡല്ല അവിടെ ആവശ്യം. എങ്ങനെയാണ് പ്രണയിക്കേണ്ടത്, പ്രണയിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിലോ. നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരെ അങ്ങനെ മക്കളെ പഠിപ്പിക്കുമോ? മക്കളെ നിനക്ക് 10-15 വയസ്സായിട്ടാ, നിനക്ക് പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോ, നിനക്ക് 10-15 വയസ്സായിട്ടാ, അപ്പോൾ നിനക്ക് ഇനി പ്രണയമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് ആളുകളോട്. അഥവാ തോന്നുവാണെങ്കിൽ നീ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും ഗൈഡ് ചെയ്യോ? ഒരിക്കലുമില്ല. ഇതാണ് ഇവിടുത്തെ ഗൈഡൻസ്. നാച്ചുറലായി ടെൻഡൻസി ഉണ്ടാകുന്ന ഒരു സാധനമാണ് പ്രണയം. അതുണ്ടാവും എന്ന് അംഗീകരിച്ചുകൊണ്ട് അത് ഉണ്ടാകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ചെറിയ കുട്ടികളെ അപ്പിടാൻ പഠിപ്പിക്കുന്ന പോലെയാണ്.
അത് നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. അത് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇതേപോലെ ജീവിതത്തിലെ എല്ലാ സിമ്പിൾ ആയിട്ടുള്ള കണക്ഷൻ ഒറ്റടിക്ക് അത് തടയാൻ പാടില്ല. അത് വൃത്തിയായിട്ട് ചെയ്യേണ്ട രീതി പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള സിസ്റ്റംസ് പാരൻറ്റിങ്ങിലില്ല, സൊസൈറ്റിയിലില്ല. സൊസൈറ്റിയിൽ പ്രണയമൊക്കെ മറച്ചു വെക്കുന്ന കാലമാണ് ഇപ്പോഴും. ഓപ്പണായിട്ട് പറയാൻ കഴിയുന്ന അത്രയും ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടേക്ക് ഇത് സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടടോ. അത് ഞാൻ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. ഈ വന്നതിൽ ഇതുപോലെ ഇത്തിരി ഇത് സംഭവത്തിൽ ഡാർക്കാണല്ലോ എന്ന് തോന്നിയേക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താ? ഡാർക്ക് ഭയങ്കര പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും ഈ വീഡിയോ കാണും. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എന്നാലും ഞാൻ കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയാം. പേരൊന്നും പറയുന്നത് കാരണം ഇത് ഈ സെയിം സംഭവം സിറ്റുവേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ചുറ്റും. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസ് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കും വിഷമാവും എന്നുള്ള എനിക്കൊരു ചിന്ത. തീർച്ചയായിട്ടും അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയാം കുറച്ച്. ഇത് അവരോടും കൂടി പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, ഈ സെയിം സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുണ്ട്, അവർക്കും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. സോറി. ഓക്കെ. ഒരു വ്യക്തിയുടെ സ്വഭാവം കണ്ടിട്ടേ, ആ വ്യക്തിയുടെ പെരുമാറ്റം കണ്ടിട്ട് അയാളുടെ സ്വഭാവം തീരുമാനിക്കാൻ പറ്റില്ല. പ്രണയിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല സ്വഭാവങ്ങൾ കാണിക്കും. പക്ഷേ അത് കണ്ടിട്ട് അയാളുടെ ശരിക്കുള്ള കോർ അതാണെന്നൊന്നും നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കഥയുണ്ട്. ഒരു വ്യക്തിയുടെ നല്ല പെരുമാറ്റം കണ്ടിട്ട് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. അതിന് അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ലിവിങ് ടുഗദറിലാണ്, അവർ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ലിവിങ് ടുഗദറിലാണ് ഇപ്പോൾ. ബട്ട് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അന്ന് ആ കണ്ടിരുന്ന നല്ല സ്വഭാവങ്ങളൊന്നും ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാവുന്നു. ഓക്കെ. ഇതൊരു ലേഡിയാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്ന. ഒരു ആണിനെ കുറിച്ചിട്ടാണ് ഈ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, ഞാൻ എന്തൊക്കെ കണ്ടിട്ടാണോ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് അതൊന്നും ഇപ്പോൾ അദ്ദേഹത്തിലില്ല. അദ്ദേഹം തികച്ചും വ്യത്യസ്തനായൊരു മനുഷ്യനാണ്. അദ്ദേഹം വളരെയധികം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള മനുഷ്യനാണ്. അദ്ദേഹം പുറമേ കാണിക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്വഭാവമാണ്. ഇതിലേറ്റവും വലിയ ബ്യൂട്ടി ഇതെന്താ, ഇതിലൊരു ഡാർക്ക് സ്റ്റേജ് എന്നറിയോ? ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഈ ലേഡി പറയുകയാണ്, ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അയാളിപ്പോൾ മറ്റു പെണ്ണുങ്ങളോട് അന്ന് എന്നോട് കാണിച്ചിരുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട്, പക്ഷേ എന്നോടത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഇതിൽ. ഇപ്പോൾ അയാളെ പോയി തിരുത്താൻ പറ്റും എനിക്ക്. ഞാൻ മനസ്സിലാക്കി കൊടുക്കുക, ഒരു കാര്യം മനസ്സിലാക്കുക, ഹീസ് എ മെയിൽ. ഒരു മെയിലിൻ്റെ കയ്യിൽ ഈ 2 നേച്ചറുകൾ കാണപ്പെടൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ഇത് ശ്രദ്ധിക്കുക. ഒരു മെയിൽ ഒരു പെണ്ണിനെ തൻ്റേതാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് തൻ്റേതാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. ഒരു പെണ്ണിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണത്. അത് എല്ലാ ജീവികളിലും ഉള്ളതാണ്. ഈ അട്രാക്ഷൻ മയിൽ പീലി വിടർത്തി ഇങ്ങനെ ആടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓരോ ജീവി ഓരോ തരത്തിലാണ് ഇത് ചെയ്യുന്നത്. സിംഹം തൻ്റെ സട കുടഞ്ഞിട്ടാണ് ഈ അട്രാക്ഷൻ ചെയ്യുന്നത്, ഫീമെയിൽ അട്രാക്ഷൻ ചെയ്യുന്നത്. ഒരു മനുഷ്യന് അത് വേറൊരു രീതിയിൽ കുറച്ച് കഴിവുകളുണ്ട് ആണിൽ. അപ്പോൾ ഒരാണ് വന്ന് നിങ്ങളോട് കുറച്ച് വളരെ കെയറിങ് ആയിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തുന്നു, യു ആർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നു, അതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തെറ്റിദ്ധരിക്കല്ലേ. സോ ഇത്തരത്തിലുള്ള കേസുകൾ. ഇനി ഇതുപോലെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഒരു പോളിഗാമി സ്വഭാവം ഉണ്ടാവും. പോളിഗാമി സ്വഭാവം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ഒരേ സമയം വിവിധ ഇണകളുടെ കൂടെ ഒരേ സമയം മനസ്സിൽ അവരെ കൊണ്ടു നടക്കാൻ പറ്റും, ശാരീരിക ബന്ധത്തിലടക്കം ഏർപ്പെടാൻ പറ്റും. അവർ പോളിഗാമി ആയിരിക്കും. അവർ മൊണോഗാമിയാണെന്ന് അഭിനയിക്കും. കാരണം ചില ആളുകൾ മൊണോഗമി ആയ ആളുകൾക്ക് പോളിഗമി ആയ ആളുകൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ മൊണോഗമിയെ അഭിനയിച്ചിട്ടായിരിക്കും ഒന്നിക്കുക. പ്രണയമാവാം, വിവാഹമാവാം. പക്ഷേ ഈ പൊളിഗമി സ്വഭാവമുള്ളവർ പതുക്കെ പൊളിഗമി സ്വഭാവം കാണിക്കും. ഇതവിടെ മനസ്സിലാവില്ല, മറ്റേ ആൾക്കത് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല എന്താ അവിടെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെയുള്ള കേസുകൾ വരാറുണ്ട്. ഞാൻ അനുഭവിച്ച ഒരു വലിയൊരു കേസുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ഭർത്താവിന് 25 പെണ്ണുങ്ങളുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്. 25? ഈ 25 പെണ്ണുങ്ങളുടെ കൂടെയുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകളും ഇവൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് തെളിവ് സഹിതം പേരുകൾ സഹിതമാണ് എന്നോട് സംസാരിക്കുന്നത്. പക്ഷേ ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാൾ സമൂഹത്തിലൊരു വലിയ പുള്ളിയാണ്. ഇയാളെ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ സ്ത്രീ ഇതിൻ്റെ പിന്നാലെ ജീവിതം മുഴുവൻ, ഇപ്പോൾ 19 വയസ്സായേ, ജീവിതം മുഴുവൻ ഇയാളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് കണ്ടുപിടിക്കാൻ നടക്കുകയാണ് ചെയ്യുന്നത്. അയാളെ തിരുത്തിയെടുക്കുവാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? എന്താ അവിടെ ചെയ്യാൻ പറ്റുക? ഒരിക്കലും അയാളെ മാറ്റാൻ പറ്റില്ല നമുക്ക്. ആ ആളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലേഡിക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ. ദിസ് ഈസ് ഹിസ് നേച്ചർ. നിങ്ങളത് ട്രാക്ക് ചെയ്ത് നടക്കല്ലേ, നിങ്ങൾ വിഷമത്തിലാവും. നിങ്ങൾക്ക് അവരെ വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. നിങ്ങൾക്ക് അവരെ നന്നാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അവരെ ലോകത്ത് എവിടെ കൊണ്ടുപോയി നന്നാക്കാൻ പറ്റില്ല.
അല്ലെങ്കിൽ ഒരു പക്ഷേ പുള്ളിയെ നന്നാക്കാൻ ശ്രമിച്ചാൽ പുള്ളി ഡിപ്രഷനിലേക്ക് പോകും. കാരണം പുള്ളിയുടെ നേച്ചറാണത്. അപ്പോൾ ഈ സൈഡ് നമ്മൾ സഹിക്കാനാണോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണോ? അഡ്ജസ്റ്റ് ചെയ്യാൻ സഹിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് പറ്റാത്ത ആളുടെ കൂടെ ജീവിക്കണ്ട. വേണ്ട, വിടുക. എൻ്റെ ഭർത്താവിന് മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളത് എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളെ ഉപേക്ഷിക്കണം. അയാളെ ശരിയാക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ ഇതൊക്കെ വളരെ തുടക്കത്തിൽ തന്നെ പറ്റേണ്ടതാണ്. തീർച്ചയായിട്ടും. ഇത്രയും ക്രോണിക് ആയിരിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് അയാളെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മെൻ്റൽ ഹെൽത്ത് ചിലപ്പോൾ ഡാമേജ് ആവും. കാരണം അദ്ദേഹം അത് നേച്ചറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ ഇവർക്കൊരു അവയർനെസ് കൊടുക്കലേ എനിക്ക് പറ്റുള്ളൂ. ഇതിൻ്റെ പിന്നാലെ പോകല്ലേ, ഇത് കണ്ടുപിടിക്കാൻ നടക്കല്ലേ, നിങ്ങളുടെ ലൈഫ് സ്പോയിലാവും. ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷങ്ങളുണ്ട്. ഈ ഭാര്യ ഭർത്തൃ സന്തോഷം മാത്രമാണോ ലോകത്തിലുള്ളൂ? സോ ഈ ഒരു ലേഡിക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഈ 25 പേരുടെയും കഥ ഇരുന്ന് കേൾക്കേണ്ടി വരുന്നുണ്ട്. അവിടെ 25 ബന്ധങ്ങൾ ആരൊക്കെ ആയിട്ടാണല്ലോ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ പറയുകയാണ്. അറ്റ്ലീസ്റ്റ് ഞാനതിരുന്ന് കേട്ട് കഴിയുമ്പോൾ ഇവർക്കൊരു സമാധാനം ഉണ്ടാവും. അതിനുവേണ്ടി ഞാൻ കേൾക്കും. പക്ഷെ എനിക്ക് അയാളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുന്നിൽ വരുന്നുണ്ട്. സോ ഞാനിതൊക്കെ ചിന്തിക്കുന്ന ഒരാൾ, അതുപോലെ ഡീൽ ചെയ്യുന്ന ഒരാളാവുമ്പോൾ ഇവർക്ക് വേണ്ടി ഞാൻ ചിന്തിക്കേണ്ടി വരില്ലേ? ഈ ലേഡിക്ക് വേണ്ടി ഞാൻ ചിന്തിക്കേണ്ടി വരില്ലേ? ഇത് പോട്ടെ, ഇതൊക്കെ വളരെ, എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ വളരെ ചെറിയ കേസുകളാട്ടോ. എല്ലാ ദിവസവും മർദ്ദനമേൽക്കുന്ന വീടുകളുണ്ട്. കഴിഞ്ഞ 10-15 കൊല്ലമായി എല്ലാ ദിവസവും മർദ്ദനമേൽക്കുന്ന ഭാര്യമാരുള്ള വീടുകൾ ഇന്നും ഈ പ്രബുദ്ധ കേരളത്തിലുണ്ട്. അവരത് മിണ്ടില്ല. അച്ഛനോടോ അമ്മയോടോ പോയിട്ട് ഈ ലേഡി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് തിരിച്ചും ഉണ്ട് കേട്ടോ, ഏതെങ്കിലും ഒരു സൈഡ് പറയുന്നു എന്ന് മാത്രം. അച്ഛനോ അമ്മയോടോ പോയിട്ട് ഈ പെൺകുട്ടിയോ മറ്റോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും ജീവിച്ചിട്ടുള്ളത്, ജീവിക്കാൻ പറയും. പിന്നെ അവർക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർക്ക് തിരിച്ച് തല്ലണമെന്നേ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഒരു കേസ് ഫയൽ ചെയ്യൂ ഭർത്താവിനെതിരെ, തല്ലുകൊണ്ടിട്ട് കിടക്കരുത്. ശരീരത്തിൽ കൈവയ്ക്കാൻ ആർക്കും അധികാരമില്ല. ഭർത്താവാണെങ്കിലും അധികാരമില്ല. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വിവാഹം കഴിയുന്നതോടുകൂടെ ഒരാൾ ആരെയും വിലയ്ക്ക് വാങ്ങുന്നൊന്നുമില്ല. അവിടെ വ്യക്തി സ്വാതന്ത്ര്യവുമുണ്ട്. 2 ഐഡൻറ്റിറ്റി ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി, മറ്റൊന്ന് കപ്പിൾ ഐഡൻറ്റിറ്റി. കപ്പിൾ ഐഡൻറ്റിറ്റി നമുക്ക് വേണം, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയും വേണം. അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലായാൽ കപ്പിൾ ഐഡൻറ്റിറ്റി കട്ട് ചെയ്ത് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയിലേക്ക് വരണം. ആ തിരിച്ചറിവ് നമുക്ക് വേണം. ഇത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഒന്ന് ജനറലി ഒരാൾ പ്രതിസന്ധിയിലും വിഷമത്തിലായിരിക്കുന്ന സമയത്ത് അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇനി ആരെടുത്തും പോയിട്ട് ഒരു അഡ്വൈസ് എടുത്താൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോ, കൊളാക്കല്ലേ, കുടുംബമാണ്, കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ പറയും. ഈ വ്യക്തിയെക്കുറിച്ച് ആരാ ചിന്തിക്കുക? തല്ലുകൊള്ളുന്ന വ്യക്തിയെക്കുറിച്ച് ആരാ ചിന്തിക്കുക? ഞാൻ ചിന്തിക്കും. ആദ്യം നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ സേഫായി ചിന്തിക്കൂ. അതിനുശേഷം സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കൂ. അതിനുശേഷം നിങ്ങൾ നിയമത്തെക്കുറിച്ച് പഠിക്കൂ, ഒരു ലീഗൽ അഡ്വൈസ് എടുക്കൂ. എന്നിട്ട് കംപ്ലീറ്റ് എല്ലാ സൈഡും വളഞ്ഞ് പുള്ളിക്കെതിരെ ഒറ്റ അറ്റാക്ക്, നിയമപരമായ ഒരു അറ്റാക്ക് ചെയ്യേണ്ടി വരും. ഇത് അല്ലാതെ അവിടെ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ഉപദേശങ്ങളല്ല വേണ്ടത്. തീർച്ചയായിട്ടും. ഇത് ഞാനെപ്പോഴും പണ്ട് നല്ലപോലെ ഭഗവത്ഗീതയൊക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. ഈ ദുര്യോധനനെയും ഇവരെയൊക്കെ കൊന്നൊടുക്കുവാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ നിന്ന് ഉപദേശിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നീതിയും ധർമ്മമൊന്നും നോക്കിയിട്ടൊന്നുമില്ല. നീതിന്യായം നിറഞ്ഞൊരു യുദ്ധമൊന്നുമല്ല അവിടെ നടന്നിട്ടുള്ളത്. ചതിച്ചിട്ടൊക്കെ കൊന്നിട്ടുണ്ട്, പല ടെക്നിക്കുകളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു റൂൾ എന്താണെന്നറിയോ? ആ ഒരു മഹാഭാരത യുദ്ധത്തിൽ ഉപയോഗിച്ചൊരു ടെക്നിക്ക് എന്താണെന്നറിയോ? അപ്പുറത്തുള്ളത് വലിയ സേനയാണ്. ആ സേനയ്ക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോയിട്ടൊന്നും ജയിക്കാൻ പറ്റില്ല, തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇതുപോലെ ജീവിതത്തിൽ ചില തന്ത്രങ്ങളൊക്കെ ചില സമയത്ത് ഉപയോഗിക്കേണ്ടി വരും. വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണെന്നേ കൂടുതൽ അബ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് ഒരു ഭയങ്കര കുതന്ത്രം അറിയുന്നവരൊക്കെ ഇവിടെ ഈസിയായി ജീവിക്കാൻ പറ്റും. വളരെ നിഷ്കളങ്കരായവർ കണ്ടിന്യൂ ആയിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നനഞ്ഞിടം കുഴിക്കും, ചാഞ്ഞ മരത്തിൽ ഓടിക്കയറും. അമിതമായി നന്മയുണ്ടായി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ അബ്യൂസ് ചെയ്യപ്പെടും. ഒരു കാട്ടിലെ സ്ട്രെയിറ്റായി നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടി വീഴ്ത്തപ്പെടുക. വളഞ്ഞ മരങ്ങൾ ആദ്യം വെട്ടാറില്ല. അതുകൊണ്ട് അമിതമായി സത്യസന്ധനും ആവരുത്. അത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം. നിങ്ങളുടെ അമിത സത്യസന്ധത പോലും നിങ്ങളെ നശിപ്പിക്കും. ഇതാണ് ഷാഡോ ഓഫ് വെർച്യൂസ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ സാധനം. ഓക്കെ, നിങ്ങൾ അമിതമായി സത്യസന്ധനാവാതിരിക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും പറയേണ്ടത് മാത്രം പറയുക. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ വ്യക്തിയുടേതായ രഹസ്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണം. കോമൺലി ഒരു വ്യക്തിക്ക് പ്രൈവറ്റ് ലൈഫുണ്ട്, പബ്ലിക് ലൈഫുണ്ട്, സീക്രട്ട് ലൈഫുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാ. കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നു മാത്രം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അടുത്ത സ്റ്റേജാണ് നമ്മൾ പറയപ്പെടുന്നത്. ആ ഒരു കാരണത്താൽ അവർ ഡിപ്രഷനിലേക്ക് പോയി എന്ന് പറയും. പല പല കാരണങ്ങളാൽ പലരും പല രീതിയിൽ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച്
ഏതൊക്കെ തരം ഡിപ്രഷൻ ഉണ്ട്? ഡിപ്രഷന് വ്യത്യസ്ത സ്റ്റേജുകളുണ്ടോ? അതായത് ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യനും ഡിപ്രഷൻ വരാം. ആ, എനിക്കും ഡിപ്രഷൻ വരാം, നിനക്കും ഡിപ്രഷൻ വരാം. ബയോളജിക്കൽ റീസണാണ്. ശരീരത്തിനകത്തെ ഹോർമോണൽ ഡിഫറൻസ് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും കൂടെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരാം. അത് നമുക്ക് തടയാൻ പറ്റാത്തൊരു ഡിപ്രഷനാണ്. ആർക്കും എപ്പോഴും വരാവുന്നൊരു ഡിപ്രഷൻ, മറ്റ് അസുഖങ്ങൾ പോലെ BP, ഷുഗറും കൊളസ്ട്രോളൊക്കെ പോലെ ഓക്കെ. ഒരു ബയോളജിക്കൽ റീസൺ കൊണ്ടുവരുന്ന ഡിപ്രഷൻ. ഇതൊക്കെ നമ്മൾ സൈക്കാട്രിക്കലി ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാധനങ്ങളാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഈ സൊസൈറ്റിയിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ നമ്മുടെ തന്നെ മൈൻഡ് പല കാര്യങ്ങളെയും പ്രോസസ്സ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഡിപ്രഷൻ വരാം. പക്ഷെ ഞാൻ ഡീൽ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് എല്ലാ ഡിപ്രഷൻസും ഏത് ടൈപ്പാണെന്നറിയോ? അവരെ ഒരു സിറ്റുവേഷൻ ഡിപ്രഷനിൽ എത്തിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അവരെ ഡിപ്രഷനിൽ എത്തിച്ചിരിക്കുന്നു. അതിന് ഒറ്റ നിർവചനമേ ഉള്ളൂ. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരായി മാറിയാൽ ഡിപ്രഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് സ്പേസ് കിട്ടണം. നിങ്ങളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് ജീവിക്കരുത്. നിങ്ങൾക്ക് മൂഡ് ഓഫ് തോന്നിയാൽ മൂഡ് ഓഫ് ആവാൻ പറ്റണം. നിങ്ങൾക്ക് സങ്കടം തോന്നിയാൽ കരയാൻ പറ്റണം. നിങ്ങൾക്ക് ദേഷ്യം തോന്നിയാൽ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റണം. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ഇമോഷനെയും കടിച്ചു പിടിച്ചിട്ട് അപ്പുറത്തുള്ള ആളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിക്കേണ്ടി വന്നാൽ നിങ്ങൾക്കത് പോകാൻ പറ്റും കുറച്ച് കാലം. പക്ഷേ ഇത് നമ്മുടെ മൈൻഡ് ഒരു ബലൂണ് പോലെയാണ്. അതിങ്ങനെ ഊതിയ വീർക്കുന്നുണ്ടെന്ന് വിചാരിച്ച് വീർപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ പിന്നെ അവസാനം ബലൂണിന് എന്ത് സംഭവിക്കും? പൊട്ടും. ആ പൊട്ടുന്നൊരു ദിവസം വരും. അത് എനിക്കിത് സഹിക്കുവാൻ പറ്റും, എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പലരും പലതും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ മൈൻഡ് കപ്പാസിറ്റി തീരുന്നൊരു ദിവസം വരും. അന്ന് ഈ പണ്ടുണ്ടായിരുന്ന അത്ര കഴിവുണ്ടാവില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു പ്രഷർ കുക്കർ എഫക്റ്റ് ഉണ്ടാവും. അവിടെ എല്ലാം പൊട്ടിത്തെറിക്കും. ഒന്നുകിൽ ആ വ്യക്തി സൂയിസൈഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ വ്യക്തി ഡിപ്രഷൻ പേഷ്യൻ്റ് ആവും, അല്ലെങ്കിൽ അഗ്രഷൻ കാരണം കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവും. അഗ്രഷൻ, അഡിക്ഷൻ, ഡിപ്രഷൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്നിലെത്തും. ഓക്കെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? നമ്മളൊരു സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറി പറയുന്നത്. നമുക്കൊരിക്കലും ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് മനസ്സിലായി വരില്ല. ചിലപ്പോൾ സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും. നമ്മൾ എവിടെ തൊട്ടാണ് മൈൻഡിനെ നമ്മൾ ഒന്ന് റെഡിയാക്കി നിർത്തേണ്ടത്? ഓക്കെ, ഞാൻ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ തിരിച്ചു വരണം എന്നുള്ളൊരു തോന്നൽ വരുത്തിക്കേണ്ട എവിടെ തൊട്ടാണ്? കാരണം ആദ്യമേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ലേ? ഫിസിക്കൽ ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷണം, രാവിലെ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഉണരുന്നു. കഴിഞ്ഞ കുറേ നാളായിട്ട് പിന്നെ ഉറക്കം വരുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ഇന്നേ വരെ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ 6 മണി വരെ 5 മണി വരെയും കിടന്നുറങ്ങിയിരുന്ന ആളായിരുന്നു എന്ന് വിചാരിക്കുക. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് 2-3 മാസമായിട്ട് രാവിലെ 3 മണി 4 മണിയാകുമ്പോൾ ഇവിടെ ഉണരുന്നു, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. നല്ല ഡിപ്രഷൻ്റെ ലക്ഷണമാണത്. നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോയി തുടങ്ങി എന്നുള്ളതാണ്. ഇന്നലെ വരെ എനിക്ക് സന്തോഷം നൽകിയിരുന്ന ചില പ്രവൃത്തികളുണ്ടായിരുന്നു. ചിലപ്പോൾ പാചകമാവാം, ചിലപ്പോൾ റീൽസ് കണ്ടിരിക്കുന്നതാവാം, ചിലപ്പോൾ ഫ്രണ്ട്സിനോട് ചില്ല് ചെയ്യുന്നതാവാം, ചിലപ്പോൾ സെക്സ് ആവാം. ഇന്നലെ വരെ വളരെ സന്തോഷം നൽകിയിരുന്ന എന്തോ ഒരു കാര്യം, അത് ഇന്ന് കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അത് അത്ര സന്തോഷം തരുന്നില്ല. അതിൽ ഒരു മൂടിയായിരിക്കുന്നത്, ഒന്നിലൊരു തൃപ്തിയില്ല. പിന്നെ ഒന്നുകിൽ ടോട്ടലി ഹറിബറി ആയിരിക്കുന്നു, അല്ലെങ്കിൽ ടോട്ടലി ഒന്ന് സ്ലോ ഡൗൺ ആയിരിക്കുന്നു. ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണങ്ങളോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും കഴിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥ, ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇത്തരം സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയാൽ ഡിപ്രഷനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത് അതിൻ്റെ ഏർലി സ്റ്റേജിലാണത്. ഇത് കുറേ ലക്ഷണങ്ങൾ ഇനിയുണ്ട്. അതൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റ് വേണം. പ്രത്യേകിച്ച് ഉറക്കമൊക്കെ ഡിസ്റ്റർബായി തുടങ്ങിയെങ്കിൽ ആരും അധികം ശ്രദ്ധിക്കാത്തൊരു സാധനമാണ് ഉറക്കം. പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ ഏരിയ കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഉറക്കം. നിങ്ങളുടെ ഉറക്കം പെർഫെക്റ്റ് ആണോ, നിങ്ങൾ ഓക്കെ ആണ്. ഉറക്കത്തിൽ അറിയും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന പ്രശ്നം. അത് ശ്രദ്ധിച്ചാൽ മതി.